ഹായ് ഫ്രണ്ട്സ്, ഇത് വേളോർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ചേർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന. അപ്പോൾ ഇന്ന് കർക്കിടക വാവ് ബലിയായതുകൊണ്ട് ഞാനും ആ ബലിയർപ്പിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പം ഒരിക്കലും ഞാൻ ക്ഷേത്രക്കുളത്തിൻ്റെ വീഡിയോ എടുത്തിട്ടിരുന്നു, നിറയെ മീനുകളുള്ള കുളമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ഭഗവാന്റെ ഫ്രണ്ടിൽ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വന്നതെന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ശ്രീ മഹാദേവ ക്ഷേത്രം വേളോർവട്ടം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എന്താ പറയണ്ടേ, നമ്മൾ ചോറൊക്കെ വെച്ചിട്ടില്ലേ, അവിടെ ചെന്നിട്ട് അവിടത്തെയും കൂടെ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്, അകത്തൊക്കെ നല്ല തിരക്കായിരുന്നു. കുറേ പേരൊക്കെ വന്നിട്ട് പോയി. ഇത് ക്ഷേത്ര പരിസരമാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ആളുകൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചോറ് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നിറയെ പിതൃക്കൾക്കായിട്ടുള്ള ചോറ് സമർപ്പിച്ചിരിക്കുന്നതാണ് ആളുകൾ. ഉണ്ടോ, ആദ്യമായിട്ട് എത്രയാ എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ മരിച്ചതാണ്. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും ഒരു ചടങ്ങുകളും അച്ഛന് വേണ്ടി ചെയ്തിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതുകൂടെ ചെയ്ത്, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, പിന്നെ ചിറ്റപ്പൻ, പിന്നെ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, ഒരു സഹോദരി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടും അങ്ങനെ 7 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റ നമസ്കാരം എന്ന വഴിപാട് നടത്തി. അത് കൊണ്ടുവന്ന് അവിടെ സമർപ്പിച്ചു. ഈ ഒരുപാട് അനേകായിരം പേര് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ അന്നവും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പിതൃക്കളും വന്ന് അതെല്ലാം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുവരെ ആരുടെയും ഒന്നും എടുത്തതായിട്ട് കാണുന്നില്ല. കാരണം ഇവിടെ ഒരു കാക്ക പോലും ഇല്ല. ഈ പരിസരത്ത് എങ്ങും ഒരു കാക്കയില്ല. നോക്കി, കാക്കയുടെ ഒരു ഒച്ച പോലും കേൾക്കുന്നില്ലെന്നുള്ള. ഇല്ല, ആ മരത്തിൻ്റെ ഇടയ്ക്കൊരു സാധനം ഇരിപ്പുണ്ട്. പക്ഷെ അത് കാക്കയൊന്നുമല്ല, വേറെ ഏതോ ഒരു പക്ഷിയാണ്. അപ്പോൾ എന്തായാലും ഇത്ര സമയമായിട്ട് ആരുടെയും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് കാക്കകൾ വന്നിട്ടില്ല. എന്തായാലും വരും, എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. കാരണം ഒരു സന്തോഷം കൊണ്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതൊരു സംഭവമായതുകൊണ്ടും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാക്കി തരാൻ പിതൃക്കളോടുള്ള പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോയും സമർപ്പിക്കുന്നു നിങ്ങളുടെ മുന്നിൽ.